They're not speaking English. Malayalam. But he can speak Malayalam. And the vision. Please have a seat, please. So first time in Dubai, yeah? How was Dubai? Dubai कितने दिन है? हाँ? And हिंदी में पूछ सकते हैं. हाँ हिंदी हो सकते हैं. दुबई कैसा है? अच्छा है? हाँ? बहुत अच्छा है? हाँ, ये आदमी, रेडियो का आदमी, तुमको अच्छा जाएगा, सबसे मुश्किल नहीं है। तुमको खाना दिएगा, सब चीज़ दिएगा। Thank you so much. Okay, I'll see you. ഞാൻ ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഈ ഓരോ അമ്മമാരും വന്നിരുന്ന് സംസാരിക്കാൻ നേരത്ത് നമ്മൾ കൂടുതൽ ഓർക്കേണ്ട ഒരു ആൾക്കാരാരെന്ന് അറിയുമ്മ ഇതുപോലെ ഇപ്പോ ഹാരിസിനെ പോലെ തന്നെ എത്രയോ ആളുകളെന്നറിയോ നമ്മളെ ഓണർ വന്നിട്ട് പറഞ്ഞത് ഉമ്മേനും ഉപ്പേനെയും കുറിച്ചിട്ട്. പക്ഷെ എന്താ പറയാ പാസ്പോർട്ട് ഇല്ലാണ്ട് വന്നുപോയി. അതാണ് ഇപ്പോ ഇങ്ങോട്ട് വരാൻ നേരത്ത് പാസ്പോർട്ട് ഇല്ല അറിയാലോ, പാസ്പോർട്ട് എന്തായാലും വേണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരൊറ്റ കാരണം കൊണ്ട് കുറേ അമ്മമാർക്ക് പാവം വരാനായിട്ട് പറ്റാതെ പോയി. അപ്പൊ ഇന്ന് എനിക്ക് പറയാനുള്ളത് അന്ന് ആ അവസരം നഷ്ടപ്പെട്ടുപോയ ഓരോ അമ്മമാരെയും റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്ന ഈ 5 അമ്മമാരും. എന്തിനാ അത് പങ്കെടുത്ത പലരും തന്നെ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ കൊണ്ടുവരുന്ന ആദർശിച്ച് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നാലും എന്റെ അമ്മയ്ക്ക് തുല്യമായി നിൽക്കുന്ന 5 അമ്മമാരാണ് ഇവിടെ വരാൻ പോകുന്നത്. അതിൽ സന്തോഷമാണെന്നാണ് പറഞ്ഞത്. വളരെയധികം സന്തോഷമുണ്ട്. അതെ. പിന്നെ നാട്ടില് ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഓർമ്മയില്ല ഇപ്പൊ ഉമ്മയ്ക്ക് പറയാൻ പറ്റുമോ ഹാരിസിനെ കുറിച്ചിട്ട്? ഇപ്പൊ ഹാരിസ് ഉമ്മയും ഉപ്പയും ചെയ്ത് ചെന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാരിസ് എന്റെ അടുത്ത് പറഞ്ഞു വളരെ സാധുവായിട്ടുള്ള ഒരു മോനായിരുന്നു. സാധുവായിട്ടുള്ള മോനാണ്. എന്ത് പറഞ്ഞാലും തന്നെ ഇനിയിപ്പോ എന്ത് നമ്മൾ കലമ്പിയാലും അവൻ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഉമ്മ ഉപ്പാന്ന് വെച്ചാൽ വളരെയധികം ഇഷ്ടമാണ് എനിക്ക് എല്ലാം ഉള്ളത്. ശരി. പിന്നെ ഉപ്പയ്ക്ക് എന്താണ് ഹാരിസിനെ കുറിച്ചിട്ട്? നല്ല മോൻ തന്നെ. ഞാൻ ആദ്യം പാസ്പോർട്ടിൽ എടുത്ത് വെച്ച് ഉമ്മാനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല. എന്നിട്ട് രണ്ടാമത് പാസ്പോർട്ട് റിലീവ് ചെയ്തു. അന്നേരം പറഞ്ഞു എന്തിനാണ് ഇപ്പൊ റിലീവ് ചെയ്യുന്നതെല്ലാം പറഞ്ഞതിനോട്. അങ്ങനെ റിലീവ് ചെയ്ത് വെച്ചാൽ നമ്മൾ എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുമ്പോ കൊണ്ടുപോ, അല്ലെങ്കിൽ മകനുണ്ടല്ലോ അവിടെ. ഒരുപാട് പരിചയക്കാരുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ എനിക്ക് ഇവിടെ വന്ന് നിങ്ങളെ കിട്ടിയത് ഞാൻ ഇന്നലെ പറയാം. എൻ്റെ ഒപ്പം 2 മക്കളും അമേരിക്കയിൽ നിന്ന് വിളിക്കും. നമ്മുടെ ലോകത്ത് എനിക്കിനി ഇന്ന് മരിച്ചാലും എനിക്ക് സങ്കടമില്ല. അതേമാതിരി എനിക്കിന്ന് സ്നേഹം കിട്ടിയ ദൈവസ്വായത്. എന്നെ കൂടുതലുമായിട്ട് നിങ്ങളുടെ അരികിൽ നിന്ന് എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടിയിട്ടുണ്ട്. അതൊന്നും ദൈവത്തിന് നന്ദി പറയാൻ അല്ലാതെ എനിക്ക് നിർവാഹമില്ല. ഇപ്പോ അമ്മ ഇവിടെ വന്നു, ഇനി ഫിലിപ്പിന് നല്ല ജോലിയൊക്കെ ആയി, ഇനി ഫിലിപ്പ് തന്നെ അമ്മനെ കൊണ്ടുവരാൻ നേരത്തെ കുറച്ചുകൂടി സന്തോഷമുണ്ട്. നന്നായിട്ട് സംസാരിച്ചു അമ്മ കേട്ടോ. എന്തോ നന്നായിട്ട് സംസാരിച്ചു. നമസ്കാരം ഉമ്മ, ഉപ്പ. നമസ്കാരം. 2 പേരും ഇന്നലെ നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. അപ്പോ കുറെ വിശേഷങ്ങൾ നമ്മൾ ഇന്നലെ സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോ സെലക്ട് ചെയ്ത ഉമ്മയും ഉപ്പയിലും ഓരോരുത്തരോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പൊ അതിൽ എനിക്ക് ഞാൻ സംസാരിച്ചത് ആദ്യം ഉമ്മേന്റെ അടുത്താണ്, അല്ലെ? ഉമ്മ ഓർക്കുന്നുണ്ടോ ഞാൻ ഒരിക്കൽ ഫോൺ ചെയ്ത് നമ്മള് സംസാരിച്ചത്? അപ്പൊ ഏതായാലും അന്ന് നമ്മൾ കുറെ വിശേഷങ്ങൾ സംസാരിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ സംസാരിക്കാൻ പോവാണ്. ഉമ്മയും ഉപ്പയും നാട്ടില് ടീച്ചേഴ്സ് ആയിരുന്നു, അല്ലെ? 2. എന്തെങ്കിലും ഉമ്മയ്ക്ക് ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ എനിക്ക് പോകാൻ പറ്റാത്തതിന്? എനിക്കങ്ങനെ വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കൂടുതലായിട്ട് ഉള്ള ആഗ്രഹങ്ങളുള്ള ആളല്ല ഞാൻ. ഉള്ളതുകൊണ്ട് സന്തോഷിക്കുന്ന രൂപമാണ്. പിന്നെ ഞങ്ങൾ കൂടുതൽ സമ്പാദിച്ചില്ലെങ്കിൽ ഉള്ളതുകൊണ്ട് വളരെ സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് എന്ന് പറഞ്ഞപ്പോൾ ജോലിയായിട്ട് മക്കളെ ഒരുമിച്ച് ജീവിക്കുന്നതാണ്. എല്ലാ വെക്കേഷനും മക്കളൊക്കെ ടൂറിന് പോവുക. ഇനി തിരുവനന്തപുരം അടക്കം കോവളടക്കം അവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ ഈ 5 പേരും ഒരുക്കി ഭംഗിയായിട്ടൊരുക്കി നല്ല ഇതിൽ പറഞ്ഞയക്കുമ്പോൾ ഞങ്ങൾക്കൊരു വിഷമം തോന്നില്ല. നല്ല സന്തോഷമാണ്. വരുമ്പോഴേ എന്ത് വേണമെങ്കിലും അവർക്ക് ഞങ്ങൾ ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ളൊരു ഇതിലാണ് ഞങ്ങൾ വളർത്തിയത് കുട്ടികളെ.
എന്നോടൊപ്പം ഉള്ളത് അനീഷിന്റെ അമ്മയാണ്. മൂന്നാമത്തെ ഞങ്ങളുടെ 3rd വിന്നറാണ് അനീഷിന്റെ അമ്മയും. അതുപോലെ തന്നെ അമ്മയുടെ കൂടെ വന്നിരിക്കുന്നത് അമ്മയുടെ ചേച്ചിയാണ് അല്ലേ? അപ്പൊ രണ്ടുപേരും ഇപ്പൊ ഞങ്ങളുടെ ഒപ്പം ഇവിടെ ഉണ്ട്. ഞാൻ അമ്മമാരോടേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചത്, അതെ ഏത് മകനോടാ സ്നേഹം എന്ന് ചോദിച്ചപ്പോ അപ്പുറത്തേക്ക് അമ്മമാർ വെച്ചു അങ്ങനത്തെ വളരെ ടഫ് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കരുത് നിമ്മി, എല്ലാ മക്കളും ഒരുപോലെ തന്നെയാണ്. അപ്പൊ താഹിറിന്റെ ഉമ്മ പറയായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്റെ ഫിറോസും ഷമീറും ചെപ്പി ഇപ്പൊ കേൾക്കുമ്പോ എന്ത് വിചാരിക്കുന്നു, ഉമ്മമാർക്കും ഉപ്പമാർക്കും അവരുടെ മക്കൾ എല്ലാവരും ഒരുപോലെ തന്നെ സ്നേഹം അല്ലേ അമ്മേ? അല്ലേ? അപ്പൊ അനീഷ് ഇപ്പൊ ഇവിടെ അനീഷ് കാരണം ഇന്നിപ്പോ അമ്മയ്ക്ക് ഇവിടെ വരാനായിട്ട് ഒരു അവസരം കിട്ടി. ഇന്നലെ നമ്മൾ ഒരു ഫുൾ ഡേ ഒരുമിച്ചായിരുന്നു, മെട്രോയിൽ പോയിരുന്നു. അപ്പൊ എന്താണ് അമ്മയ്ക്ക് എത്രത്തോളം സന്തോഷമുണ്ട് ഇവിടെ വന്നിറങ്ങി, മകനെ കണ്ടു, ദുബായ് കണ്ടു. ആദ്യമായിട്ടാണ് അമ്മ ദുബായിൽ വരുന്നത്. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ എങ്ങനെയാണ് അമ്മ? എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ഇങ്ങനെ വരാൻ പറ്റുമെന്ന് ഒരാഗ്രഹമില്ല. മോനെ കഷ്ടപ്പെട്ടൊക്കെ വളർത്തി പഠിപ്പിച്ച് മോനെ ജോലിയായി. അപ്പോൾ ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കുന്നതിൽ അങ്ങേറ്റം സന്തോഷമുണ്ട്.